യേശുവിന് മാന്ത്രിക പ്രവർത്തികൾ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ മനുഷ്യന്റെ മരണസമയത്ത് അടയാളങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞു. അവന്റെ മരണം സത്യമാണ്. 3 ദിനരാത്രങ്ങൾ കാവൽ ശക്തമാക്കണം. ഉയർത്തെഴുന്നേൽക്കുമെന്നായിരുന്നല്ലോ അവന്റെ പ്രവചനം. ഇവൻ ദൈവപുത്രനൊന്നുമല്ല. അത് നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. അതിനാണ് കല്ലറ മുദ്ര വെച്ചിരിക്കുന്നത്. നീ കേട്ടിട്ടില്ലേ യേശുവിന്റെ ശരീരം കല്ലറയിൽ നിന്ന് അപഹരിക്കുമെന്ന്? അങ്ങനെ എങ്ങനെ സംഭവിച്ചാൽ ആ കൊണ്ടുപോകുന്നവന്റെ ശരീരം ഇവിടെ കടന്നു കളയും. ഇനി സർവാധികാരം നമുക്കാണ്. ഇനി നമ്മുടെ ഭരണം. യഹൂദന്മാരുടെ രാജാവ് പോലും. ഇത്രയും നാൾ അവൻ മറ്റുള്ളവരെ രക്ഷിക്കാൻ നടന്നു. തന്നെ രക്ഷിക്കാൻ ഈ രക്ഷകന് കഴിഞ്ഞില്ല. ഇനി അവൻ പറഞ്ഞതുപോലെ ശരിക്കും 3-ാം നാൾ തിരിച്ചു വരുമോ? ഈ വീഞ്ഞിന്റെ ലഹരിയിൽ ഇത്തരം വിഡ്ഢിത്തരങ്ങൾ വെറുതെ വിളിച്ചു പോവാതെ. അല്ല, അവൻ ഒരിക്കൽ മരണപ്പെട്ടു പോയ ഒരാളെ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു എന്ന് ആളുകൾ പറഞ്ഞു കേട്ടിരുന്നു. അതൊക്കെ അവന്റെ സൂത്രങ്ങളല്ലേ. ആളുകളെ കബളിപ്പിക്കാൻ അവൻ പണ്ടേയും മിടുക്കനാണ്. അമ്മാമേ, ഒരു തെറ്റും ചെയ്യാതെയാണോ യേശുവിനെ ആനയടിച്ചു കൊന്നത്? അപ്പോ യേശുവിന്റെ അമ്മയ്ക്ക് കൊറേ സങ്കടമായി കാണില്ലേ അമ്മയുടെ മോൻ മരിച്ചു കഴിഞ്ഞപ്പോ? പിന്നെ ഒത്തിരി സങ്കടമായി അമ്മയ്ക്ക്. അമ്മ ഒരുപാട് സങ്കടപ്പെട്ട് കരഞ്ഞു. അമ്മയുടെ നെഞ്ചിലുണ്ടല്ലോ ഒരു വാൾ കയറിയത് പോലെയുള്ള വേദനയായിരുന്നു. യേശുവിന്റെ മരണത്തിന് ശേഷം ജെറുസലേം നഗരം മുഴുവൻ നിശബ്ദത നിറഞ്ഞു. ആളുകൾ ഒന്നും പുറത്തിറങ്ങുന്നില്ല. എല്ലാം നിശ്ചലമായി മാറി.
വെച്ചാൽ ആരും എന്നെ നോക്കുന്ന പോലെ തോന്നാം. മോന് അതൊക്കെ തോന്നുന്നതാ. മോൻ കണ്ണടച്ചുറങ്ങിക്കും. അമ്മയില്ലേ ഇവിടെ? എന്താ അമ്മ ഇപ്പൊ ആരും പുസ്തകങ്ങളത്തെ എല്ലാവരും പേടിച്ചിരിക്കുന്ന പോലെ? അമ്മയ്ക്കും ഉണ്ട് മൂത്താ പേടി. നമ്മൾ മരിക്കും അമ്മ. മോൻ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തത് ആലോചിക്കുന്നേ? പേടിക്കണ്ട കേട്ടോ. പേടിക്കണം, നിങ്ങളെല്ലാവരും പേടിക്കണം. നശിച്ചു പോയ ഈ ലോകത്തിന് വെളിച്ചമായി ഒരു രക്ഷകൻ വന്നപ്പോൾ നിങ്ങളെല്ലാവരും കൂടി അവനെ കള്ളനാക്കി. അവൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ പുച്ഛിച്ച് കളിയാക്കി. നിങ്ങൾ കൊന്നുകളഞ്ഞത് വെറും ഒരു ആളെയല്ല, സാക്ഷാൽ ഉടയോന്റെ ഒരേയൊരു പുത്രനായിരുന്നു അവൻ. ആ അവനെയാണ് നമ്മളെല്ലാവരും ചേർന്ന് ഇല്ലാതാക്കിയത്. പേടിക്കണം, ഭൂമിയിലെ വെളിച്ചം അവന്റെ കൂടെ പോയി. ദൈവം തന്നതെല്ലാം ദൈവം തന്നെ തിരിച്ചു കൊണ്ടുപോകും. നോഹയുടെ കാലത്ത് ഭൂമിയെ നശിച്ചതിനേക്കാൾ തീവ്രതയിൽ ദൈവം എല്ലാം നശിപ്പിക്കും. ഭൂമി മൊത്തം ഇല്ലാതായാലും നമ്മുടെ ഈ പാപത്തിന്റെ കറ നമ്മുടെ കൈകളിൽ നിന്ന് മാഞ്ഞു പോകില്ല. നമ്മുടെ നാളുകളും എണ്ണപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ കോപം നമ്മുടെ തലയിൽ ഇടുതി പോലെ വീഴും. നീയും ഞാനും നരകം കാണും. ആരാ അമ്മമ്മേ അയാൾ? അയാൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയാനേ? അയാൾ പറഞ്ഞതൊക്കെ സത്യമാണോ അമ്മാമ്മേ? കഥ കേട്ട് ഉറങ്ങാന്ന് കരുതി വന്നതാ ഞാൻ. ഇതിപ്പോ കഥ പറഞ്ഞ അമ്മാമ്മ ആദ്യം ഉറങ്ങി. ആരാ നിങ്ങൾ? ആരാ? ഭയപ്പെടേണ്ട, നമ്മള് ദൈവത്തിന്റെ ദൂതനൊന്നും കേട്ടിട്ടില്ലേ? ആ, അമ്മാമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ, അമ്മൂമ്മ പറഞ്ഞ കഥയില് ദൂതനാണ് ഞാൻ. അമ്മൂമ്മ ഉറങ്ങിയല്ലേ? ബാക്കിയുള്ള കഥ ഞാൻ പറഞ്ഞാൽ മതിയോ? ധാരാളം അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും സാക്ഷികളായി ഗുരുവിന്റെ ഒപ്പം സഞ്ചരിച്ച നാം ഇപ്പോ തനിച്ചായി. നമ്മുടെ ഈ ഒറ്റപ്പെട്ട വേദന സഹിക്കാൻ കഴിയുന്നില്ല. നമ്മളിവിടെ വിഷമിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ഇനി ഗുരുവില്ലാതെ നമ്മൾ എന്തിനിവിടെ നിൽക്കണം? വരൂ, നമുക്ക് പോകാം. നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാം. ദേവി അവിവേകം കാണിച്ച് ഇപ്പോൾ ഇവിടെ നിന്നും പുറത്തിറങ്ങേണ്ട. അവർ ചിലപ്പോൾ നമ്മളെയും കുരിശിൽ തറയ്ക്കും. വേനൽക്കാലമായിട്ട് കൂടി എന്തൊരു തണുപ്പ്. പ്രകൃതി ആകെ മാറി മറിയുന്നത് പോലെ ഒരു തോന്നൽ. സത്യത്തിൽ ഇവൻ ദൈവപുത്രനായിരുന്നു. തന്റെ സംശയം ഇതുവരെ മാറിയില്ലേ? ദൈവപുത്രനായിരുന്നെങ്കിൽ ഇവനെ നമുക്ക് ക്രൂശിക്കാൻ സാധിക്കുമായിരുന്നു. ആണിയടിച്ചപ്പോൾ എന്തേ ക്രൂശിൽ നിന്നും ആ ശക്തൻ എഴുന്നേറ്റ് പോകാഞ്ഞത്? ദൈവപുത്രൻ പോലും. അവൻ 3-ാം നാൾ ഉയർത്തുമെന്നല്ലേ പറഞ്ഞത്? നമുക്ക് കാണാം അവൻ ഉയർക്കുമോ എന്ന്.
നിനക്കായി